ഹായ് ഗായ്സ്, ടോപ്പ് 10 റിവ്യൂവിലേക്ക് എല്ലാവർക്കും എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ 6 11ാമത്തെ എപ്പിസോഡിനെ കുറിച്ചാണ്. ഇന്നലത്തെ എപ്പിസോഡ് ബിഗ് ബോസ് പെട്ടെന്ന് സീക്രട്ട് റൂമിലേക്ക് വിളിക്കുകയുണ്ടായി. ജാസ്മിൻ സീക്രട്ട് റൂമിലേക്ക് വരൂ എന്ന് പറഞ്ഞു. ആ നിർദ്ദേശത്തിൽ നിങ്ങളുടെ ബാപ്പയ്ക്ക് എന്തോ സംസാരിക്കാനുണ്ട്, നിങ്ങളുടെ ബാപ്പയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കും. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഇത് പ്രതീക്ഷിച്ചതാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബിഗ് ബോസ് എന്ന സീസൺ 6 ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇതുപോലത്തെ കുറേ ഫേക്ക് ലവ്സ് ഒക്കെ ചെയ്യുമ്പോൾ ആരുടെ മനസ്സിനും ഒരിത്തിരി താളം തെറ്റും. അത് നമ്മുടേതായാലും നമുക്ക് പറയാം. ഗബ്രി, ജാസ്മിൻ ഇവരുടെ വിഷയം ഇത്തിരി കോൺട്രവേഴ്സിയാണ്. സോഷ്യൽ മീഡിയയിലായാലും ഏത് പ്ലാറ്റ്ഫോമിലായാലും അവർ ഇത്തിരി റീച്ച് കയറിക്കഴിഞ്ഞ ഒരു കോൺട്രവേഴ്സി തന്നെയാണ്. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ കോൺട്രവേഴ്സി ജാസ്മിനും ഗബ്രിയിലും ഒക്കെ തന്നെയാണ്. അപ്പോൾ റോക്കി പറഞ്ഞത് അച്ചട്ടായ ഒരാൾ പറഞ്ഞത് അതുപോലെ ഫലിക്കുമെന്ന് പറഞ്ഞാൽ മതി. റോക്കി പറഞ്ഞ ഏകദേശ കറക്റ്റ് കാര്യങ്ങൾ ഇവിടെ ആളെ പൊട്ടനാക്കുക എന്ന കളിയാണ് കണ്ടത്. ഇപ്പോൾ ജാസ്മിനും ഗബ്രിയിലും തൊട്ടതും പിടിച്ചതിനൊന്നും ഇനി ഉണ്ടാവില്ല. കാരണം അവർ ഇനി കളം മാറി ചിന്തിക്കും. കാരണം ജാസ്മിനായാലും ഗബ്രിയിലായാലും എത്ര കാലം വരെ ഇത് കൊണ്ട് നടക്കും? ഒരു സമയം വരെ. അത് കഴിഞ്ഞാൽ ഈ പ്രണയത്തിനൊന്നും ഒരു വാല്യൂ ഉണ്ടാവില്ല. ഫ്രണ്ട്സ് ആയാലും പ്രണയമായാലും ഒരു ബൗണ്ടറി നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ ബൗണ്ടറിക്കും അതിൻ്റെതായ കളവും അതിൻ്റെതായ ഫ്രീഡവും ഉണ്ടാകും. ആ ബൗണ്ടറിക്കപ്പുറം ഒരാൾ കടന്നു കഴിഞ്ഞാൽ അതൊരു അൺഫോർച്യുനേറ്റ്ലി അട്ടർ ഫ്ലോപ്പാണ്. ആ പ്രണയത്തിനും ഫ്രണ്ട്ഷിപ്പിനും ഒരു വാല്യൂ ഉണ്ടാവില്ല. ബെസ്റ്റ് ഫ്രണ്ടാണെങ്കിൽ മാത്രമേ അടുക്കാൻ കഴിയൂ. ക്ലോസ് ഫ്രണ്ടിന് ഇത്തിരി അകലമേ കാണിക്കും. അപ്പോൾ റിയൽ ലൈഫിൽ പല കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ബിഗ് ബോസ് മുഖേന സാധിച്ചു എന്നതാണ്. അതായത് ഒരു കണ്ടന്റ് ബേസ്ഡായ ഒരു ബിഗ് ബോസ് എന്ന ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ നമ്മളെ തന്നെ പണയം വെച്ച് ജീവിക്കേണ്ടതാണ്. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കളിച്ചിട്ടില്ലെങ്കിൽ ആരായാലും വീഴും. അപ്പോൾ ജാസ്മിനും ഗബ്രിയിലൊക്കെ നന്നായി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനൊരു ഇൻസിഡൻസ് സംഭവിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടായതും അവർക്കുണ്ടായ സീരിയസും ഒക്കെ പോയി. കാര്യം ഇതൊക്കെ നാച്ചുറലാണ്, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിച്ച് വേണം ബിഗ് ബോസ് ഗെയിമിൽ കളിക്കാൻ. സൈലൻ്റായും ഗെയിം ത്രില്ലറാവാം. സൈലൻറ്റ് കണ്ടന്റ് മേക്കർ ആയാലും കളിക്കണം, ബുദ്ധിയോടെ കളിക്കണം. ആരും പൊട്ടന്മാരായിരിക്കും. നമ്മൾ പ്രേക്ഷകർ പൊട്ടന്മാരല്ല. കാരണം നമ്മൾക്കിത് കണ്ടും കേട്ടും മനസ്സിലാകും. റിയൽ ആയിട്ടാണെങ്കിൽ റിയൽ എന്ന് പറയും, ഫേക്കാണെങ്കിൽ അട്ടർ ഫേക്കാണ്. അപ്പോൾ ഈ സീസണിലെ 11ാമത്തെ എപ്പിസോഡിൻ്റെ ഒരു നിലവാരം വെച്ചാൽ എല്ലാം പ്രേക്ഷകർ തീരുമാനിച്ചതാണ് നടന്നത്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റന്റ് ജാസ്മിനും ഗബ്രിയിലും പിരിയാനുള്ള സാധ്യത. ഈ ഗെയിമിന് ആയുസ്, അതായത് ഈ ലവ് ഗെയിമിന് ആയുസ് കുറവായി. ഇനി ഇവർ പിരിഞ്ഞാൽ നല്ല ശത്രുക്കളാവോ, നല്ല പ്രണയിനിയാകോ, നല്ലൊരു ഫ്രണ്ടാകും, അതറിയും. പക്ഷെ ഇതിൽ മറ്റുള്ളവർ കൈകടത്തി ആഗോളം നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. റോക്കിയെ ഒരുപാട് ഉപദേശിക്കും. റോക്കി ഗെയിം സ്ട്രാറ്റജിയിൽ ചെയ്ത പല കാര്യങ്ങളിലും തെറ്റുണ്ട്. ബിഗ് ബോസിൻ്റെ പല കാര്യങ്ങളും അടിച്ചു നശിപ്പിക്കുക, പല അടിപിടി ഉണ്ടാക്കുക, അതിനൊക്കെ കുറിച്ച് നമ്മൾ ചോദിക്കണം.
പക്ഷേ റോക്കി പറഞ്ഞ 2-3 കാര്യങ്ങൾ അത് സത്യമാവുകയാണ്. നമ്മളൊക്കെ മണ്ടന്മാരാക്കി ഇവരെ കാണിക്കുന്ന കാട്ടിക്കൂട്ടിന് എന്താണ് കാര്യം? അപ്പോൾ അത് തന്നെ സംഭവിച്ചു. ഇനി എന്ത് ചെയ്യും? ജാസ്മിനും ഗബ്രിയുടെയും കാര്യത്തിൽ ഇനി വളരെ സൂക്ഷിച്ച് കളിക്കേണ്ട കളിയാണ്. അവിടെ ഇനി എന്തൊക്കെ നടക്കും? ജാസ്മിൻ എന്ന ഒരു പെൺകുട്ടിക്ക് ഗബ്രിയലിനോട് ഇഷ്ടമുണ്ടായിരുന്നു, പ്രണയം, ഫ്രണ്ട്ഷിപ്പായിരുന്നു, എല്ലാത്തിനും ഒരു നിജസ്ഥിതി ഉണ്ടാകും. അപ്പോൾ പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇതുവരെ വരുന്ന എല്ലാ എപ്പിസോഡിലും ഫൈറ്റ് തന്നെയാണ്. ഇവിടെയും ഫൈറ്റിലൂടെയാണ് കാര്യങ്ങൾ. പക്ഷേ ഇത്തിരി ഇമോഷണൽ ഫൈറ്റാണെന്ന് പറയാം. അവസാനം ജാസ്മിന് കാര്യങ്ങൾ മടുത്തു. കിക്ക് ചെയ്യാൻ പോലും ജാസ്മിൻ തയ്യാറാവും. കാരണം ഈ അവസ്ഥയിൽ സംഭവിച്ചേക്കാം. പക്ഷേ എന്ത് ചെയ്യാം? അപ്പോൾ ഗെയിമിൻ്റെ സ്ട്രെങ്ത് കൂട്ടണമെങ്കിൽ പങ്കാളികൾക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ വരുമ്പോൾ കൂടെ ആൾ വേണമെന്ന് പറയാൻ പാടില്ല. അപ്പോൾ നമ്മളെല്ലാം ഒറ്റയ്ക്ക് കളിക്കാൻ വരുന്നവരെ. അപ്പോൾ അതിൻ്റേതായ കളി നിലനിൽക്കുന്നില്ലെങ്കിൽ പിന്നെ ബിഗ് ബോസിന് പവർ ഉണ്ടാവും. ആ പവർ അങ്ങ് നഷ്ടപ്പെടും. പവർ റൂമിലിരുന്ന് പവറില്ലാത്തവരായി മാറും. അപ്പോൾ എല്ലാം ചെയ്തത് നമ്മൾ തന്നെ, എല്ലാം നിജസ്ഥിതിയും നമ്മൾ തന്നെയാണെന്ന് പറയുന്ന മാതിരി നമ്മൾ ചെയ്ത കുഴിക്ക് നമ്മൾ തന്നെ വീഴുമെന്ന ആ ഒരു അവസ്ഥയിലെത്തുകയാണ് ജാസ്മിൻ. അപ്പോൾ ഇന്നത്തെ വിഷയം ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ.